Imagine you got dumped by your partner. Most people pray for change, but they are emotionally attached to their problems. നിങ്ങൾക്ക് നല്ല ലൈഫ് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ ഐഡന്റിറ്റി, ഇറ്റ് ഇസ് ഓൾ ടൈഡ് ടു ദാറ്റ് ഓൾഡ് സിറ്റുവേഷൻ. ഒരു ദിവസം ഒരു 20-30 ടൈംസ് ആ ആളുടെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കും, പണ്ടത്തെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് പോയി വായിക്കും, പിന്നെ ആ ആളെ ഓർമ്മപ്പെടുത്തുന്ന കുറെ സോങ്സ് ഒക്കെ ഇരുന്ന് കേൾക്കുക, ആ ആളെ പറ്റി ഇങ്ങനെ വീണ്ടും വീണ്ടും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ യു നോട്ടീസിങ് ദാറ്റ് യു ആർ ഇമോഷണലി ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് ഓൾഡ് ഐഡന്റിറ്റി? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പാട്ടിന് ഹീൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ മറ്റേ പാട്ട് ദാറ്റ് ഇസ് കണക്റ്റഡ് ടു ദാറ്റ് പെയിൻ. എത്ര ട്രൈ ചെയ്താലും യു ആർ നോട്ട് ഏബിൾ ടു ലെറ്റ് ഗോ ഓഫ് ദാറ്റ് പെയിൻ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ദ ഫെമിലിയർ ഇമോഷണൽ വേൾഡ് ഫോർ യു. ബ്രെയിനിന് എപ്പോഴും ഫെമിലിയർ സ്പേസിൽ നിൽക്കാനാണ് ഇഷ്ടം. അതിന് അൺഫെമിലിയർ എന്ന് തിങ്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ പെയിൻ എത്ര പെയിൻഫുൾ ആണെങ്കിലും അത് ഫെമിലിയർ ആയതുകൊണ്ടും അത് സേഫ് ആയതുകൊണ്ടും നിങ്ങൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. അങ്ങനെ ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഇമോഷണൽ പെയിൻ ഭയങ്കര ഫെമിലിയർ ആയിട്ട് മാറും. അതായത് കോൺസ്റ്റന്റ്ലി എക്സിനെ പറ്റി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ കുറച്ച് സങ്കടപ്പെടുക, പിന്നെ മെമ്മറീസ് ഒക്കെ പോയി വിസിറ്റ് ചെയ്യുക. ഈവൻ സഫറിങ് പോലും നിങ്ങൾക്ക് കംഫർട്ട് സോൺ ആയിട്ട് മാറും. അത് ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഈ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളപ്പം, അല്ലെങ്കിൽ വെൻ യു ആർ ഇൻ ലവ്, ആ പേഴ്സൺ എന്ന് പറയുന്നത് ബ്രെയിനിന് അതൊരു റിവാർഡ് പോലെ. അപ്പോൾ ഡോപ്പമിൻ നന്നായിട്ട് റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് ബ്രേക്കപ്പ് കഴിയുമ്പോൾ ആ വിഡ്രോവൽ സിംറ്റംസ് നമുക്ക് നന്നായിട്ട് ഉണ്ടാവും, ഒരു അഡിക്ഷനിൽ വിഡ്രോ ചെയ്ത സിംറ്റംസ്. ദാറ്റ് ഇസ് വൈ വി കീപ് ചെക്കിംഗ് ദർ മെസ്സേജസ്, അല്ലെങ്കിൽ പ്രൊഫൈലൊക്കെ പോയി നോക്കുക സോഷ്യൽ മീഡിയയിൽ, ആൻഡ് ദാറ്റ് കീപ്സ് ദി അറ്റാച്ച്മെന്റ് ലൈഫ്.